ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ ഫെദർ സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 ലൈനൊക്കെ വരച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ ഞാൻ സൂചി കുത്തി പുറത്തെടുത്തിട്ട് മൂന്നാമത്തെ ലൈനിലൂടെ സൂചി കുത്തി രണ്ടാമത്തെ ലൈനിലൂടെ ഞാനത് സൂചി പുറത്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് നൂല്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മളിനി ലാസ്റ്റത്തെ ലൈനിൽ നിന്ന് സൂചി കുത്തി രണ്ടാമത്തെ ലൈനിലൂടെ സൂചി പുറത്തേക്ക് എടുത്തിട്ട് അത് വലിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കൊരു സെൻറ്റർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഈ ലൈനിനൊക്കെ ഒന്ന് വരച്ചെടുത്തത്. ഈ ഫസ്റ്റത്തെ ലൈനിൽ അതേപോലെ തന്നെ കുത്തി രണ്ടാമത്തെ ലൈനിലൂടെ അത് വലിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നമുക്കിങ്ങനെ ചെടീൻ്റെ ഒക്കെ ഒരു തണ്ടൊക്കെ ഉള്ള പോലെ തോന്നുന്നല്ലേ? ചെടീൻ്റെ വള്ളിച്ചെടീൻ്റെ ഒക്കെ ഒരു തണ്ട് പോലെയൊക്കെ ചെയ്തെടുക്കാനാണ് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ലൈനൊന്നും ഇല്ലാതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പിക്ചറിലേക്കൊക്കെ ചെയ്തെടുക്കുമ്പം ലൈനൊന്നും ഇല്ലാതാണല്ലോ നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ എങ്ങനെയാണോ ആ ചെടിക്ക് എങ്ങനെയാണോ ഒരു ചെടിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ മേലെ ചെയ്ത പോലെ ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇനി ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ 2 എണ്ണമോ 3 എണ്ണമോ ഒക്കെ വരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗിക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര എളുപ്പമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. കണ്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ലൈനിലൊന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ ലൈനില്ലാതെ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഒരു ചെടീൻ്റെ ഒക്കെ രൂപം തോന്നുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.